വെൽക്കം ടു സി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. നമ്മളിന്ന് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന കോമൺ മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേ ബി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ളവരോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ലെവലുള്ളവരോ ഒക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി അത് റിജക്റ്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേജ് സസ്പെൻഡ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു 50K അല്ലെങ്കിൽ ഒരു 1 lakh ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പേജ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അതിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തു, ചിലപ്പോൾ 1 വീക്ക് കൊണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേജ് സസ്പെൻഡ് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പാനിക്കായിട്ട് അയ്യോ ഇത് ഞാൻ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണല്ലോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തത്, പക്ഷേ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയതെന്നൊക്കെ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു മിസ്റ്റേക്സ് ഒക്കെ എന്താണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ റിലീജിയൻ, അതായത് മതം നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഏജ് അല്ലെങ്കിൽ കളറ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജെൻഡർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി, അതിനൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മൾ പറയാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഓക്കെ ആയിട്ടായിരിക്കാം ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ ഡിസ്ക്രിമിനേഷനൊക്കെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വേർഡിലായിരിക്കും ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് റിജക്റ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മതം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീറ്റ് അതർ ജൂയിഷ് സിംഗിൾ, ആ ഒരു ജൂയിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതത്തിനെ നമ്മൾ എടുത്തു പറയാൻ പാടില്ല. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ്സ് ആണ് യുവേഴ്സ്, അതർ. ആ വേർഡ്സ്, അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആ വേർഡ്സ് യുവേഴ്സ്, അതർ, ആ വേർഡ്സ് ഒന്നും നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലെ കണ്ടന്റിൽ കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഹിന്ദു സിംഗിൾസ്, ഇങ്ങനെ ഉള്ള വേർഡ് സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ യു ക്രിസ്ത്യൻ, ആ യു എന്നുള്ള വേർഡ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുത്ത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മീറ്റ് അതർ ബുദ്ധിസ്റ്റ്, ആ ഒരു അതർ എന്നുള്ള വേർഡ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഏജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നോക്കിയേ, ഫൈൻഡ് ഔട്ട് ഹൗ അവർ ഫിനാൻഷ്യൽ സർവീസ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ലൈക്ക് യു ഹു ജസ്റ്റ് ടേൺഡ് 62. ലേൺ അബൌട്ട് ഹൗ വി ക്യാൻ ഹെൽപ്പ് യു റിസീവ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ടേൺഡ് 62 എന്നുള്ളൊരു ഏജ്, ആ ഏജിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏജുകളെ എടുത്ത് പറയാൻ പാടില്ല. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് സെൻറ്റൻസ് നോക്കിയേ, എക്സ്പ്ലെയിൻ ഹൗ യുവർ ഫിനാൻഷ്യൽ സർവീസ് ആർ പൊസിഷൻഡ് ടു ഹെൽപ്പ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻക്ലൂഡിങ് സീനിയേഴ്സ്. ഓക്കെ, ആ ഒരു ഏജിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇൻക്ലൂഡിങ് സീനിയേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ പാടുള്ളൂ, ഒരു ജനറലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അല്ലാതെ ഒരു ഏജിനെ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ, മീറ്റ് സീനിയേഴ്സ് അങ്ങനെ നമുക്ക് പറയാം. അതേപോലെ തന്നെ എ സർവീസ് ഫോർ ടീൻസ് അങ്ങനെ പറയാം. അല്ലാതെ മീറ്റ് അതേഴ്സ് സീനിയേഴ്സ്, അതേപോലെ തന്നെ യു വന്നിട്ടുണ്ട് ഇവിടെ 21 year old, ആ ഒരു ഏജിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നുള്ള സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ മേ ബി ഒരു മാട്രിമോണിയൽ സൈറ്റിന് വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഡേറ്റിംഗ് ആപ്പിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് വരാം. ഓക്കെ, ആ സമയത്ത് നമ്മൾ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സെക്ഷുവാലിറ്റി പറയുന്ന രീതിയിൽ ഇപ്പോൾ ലെസ്ബിയൻ, അതുപോലെ തന്നെ ഗേ, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ, ട്രാൻസ് മാൻ, അങ്ങനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു ജെൻഡറിനെ നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ മീറ്റ് അതർ ലെസ്ബിയൻ സിംഗിൾ ഓൺ അവർ ആപ്പ്, ആ ഒരു അതർ വന്നിട്ടുണ്ട്, ആ ഒരു ലെസ്ബിയൻ എന്നുള്ള ആ ഒരു എന്താണ് വേർഡ്, ആ ഒരു സെക്ഷുവാലിറ്റീനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കം ആൻഡ് മീറ്റ് ട്രാൻസ്ജെൻഡർ സിംഗിൾ അങ്ങനെ നമുക്ക് പറയാം. അല്ലാതെ മീറ്റ് അതർ ട്രാൻസ്ജെൻഡർ സിംഗിൾ അറ്റ് അവർ മന്ത്ലി മീറ്റപ്പ്, അങ്ങനെ അതർ വെച്ചിട്ടും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഡിസബിലിറ്റി. ഓക്കെ, ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഡിസബിലിറ്റീസിനൊക്കെ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഡിപ്രഷൻ കൗൺസിലിംഗ് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാം. അല്ലാതെ ഡിപ്രഷൻ ഗെറ്റിംഗ് യു ഡൗൺ അങ്ങനെ അങ്ങനെയുള്ളൊരു എന്താണ് ജനറലൈസ് ചെയ്യാതെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പോലെ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡു യു ഹാവ് ഡയബറ്റിക്സ്, അതായത് യു നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡു യു ഹാവ് ഡയബറ്റിക്സ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ വൾണറബിൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയണം. ഇപ്പം കണ്ട ആർ യു ബാങ്ക്രപ്റ്റ് അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല.
നമ്മൾ കൊടുക്കേണ്ട എങ്ങനെയായിരിക്കും? വി ഹാവ് ഫിനാൻഷ്യൽ സർവീസസ് ടു കവർ എവറി ഫിനാൻഷ്യൽ നീഡ്. അങ്ങനെയായിരിക്കണം നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിൽ കൊടുക്കുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോമൺ മിസ്റ്റേക്സ് ആണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോലും വരുന്ന വേർഡ്സ്, ആ വേർഡ്സുകളൊന്നും നമ്മൾ അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. യു, യുവേഴ്സ്, അതർ, അങ്ങനെയുള്ള വേർഡ്സ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന വേർഡ്സ് ഒന്നും നമ്മൾ അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും. താങ്ക് യു.